ഹായ് ഫോക്സ്. സോ ഇതെൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. സോ ഇതിനെ പല പേരിലും നിങ്ങളുടെ മുമ്പിൽ അറിയപ്പെട്ടിട്ടുണ്ട്. CRT എന്നും അതേപോലെ 3 ക്യാൻഡിൽ പാറ്റേൺ എന്നും കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്നും റിവേഴ്സൽ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു മോഡൽ കണ്ടുപിടിച്ചത് റിച്ച് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ ഹീസ് ഫ്രം UK. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ ഒരു മോഡൽ കണ്ടുപിടിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോഡലാണ്. സോ ഇത് പലരും കൈമാറി പല കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്ത് പല രീതിയിലും നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒറിജിനൽ ഓണർ ഇവരാരും അല്ല. സോ നമുക്ക് ഈ പാറ്റേണിലേക്ക് പോവാം. ഇത് മോസ്റ്റ്ലി ഒരു 1 hour ക്യാൻഡലിന്റെ പാറ്റേൺ ആണ്. ഇത് മോസ്റ്റ്ലി നമ്മുടെ നാസ്ഡാക്കിൽ അല്ലെങ്കിൽ ES ഒബ്സർവ് ചെയ്യപ്പെടുന്നത് ഈ ടൈമിങ്സിൽ, ലൈക്ക് ലഞ്ച് ടൈമിങ്സിലാണ്. കുറച്ച് ലൈക്ക് അടുത്തൊരു ക്വാർട്ടർ വരുമ്പോഴത്തേക്കും നമുക്ക് 10 AM റിവേഴ്സൽസ് ഈ ഒരു രീതിയിലായിരിക്കും. അതിനുശേഷം നമുക്ക് ആഫ്റ്റർനൂൺസിലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലാവാം. ഇത് മെയിൻലി നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു വളരെ വലിയ റേഞ്ചിലേക്ക് പ്രൈസ് തിരിച്ച് റിവേർട്ട് ആകുമ്പോഴാണ്. ഇത് വളരെ വലിയ മൂവ്സ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു പാറ്റേൺ ആണ്. സോ ഇതൊരു പാറ്റേൺ അല്ല, ഇതൊരു ആൽഗോരിതമിക് സിഗ്നേച്ചർ ആണ്. സോ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു 1 hour ക്യാൻഡലിന്റെ അല്ലെങ്കിൽ ഒരു 90 minute സൈക്കിളിന്റെ ഒരു 90 minute ക്യാൻഡലിന്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഗ്യാപ്സ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്തപ്പം ടൈം വെച്ച് മാത്രം ഒരു പാറ്റേണും ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നൊരു ഇതാണ് ഈ ക്യാൻഡിൽ. 3 ക്യാൻഡിൽ പാറ്റേൺ എന്നാണ് റിച്ച് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. സോ ഈ സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. സോ ഞാൻ റിച്ചിന്റെ എക്സാക്ട് വേർഡ്സ് പറയുവാണെങ്കിൽ ഇത് 9 AM ക്യാൻഡിലാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് 10 AM ക്യാൻഡിലാണെന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് ഇത് 11 AM ക്യാൻഡിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പം 9:30 നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. 9:30 മാർക്കറ്റ് ഓപ്പൺ ആയി 10 o'clock ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് മേളിലോട്ട് പോകും. ആ ക്യാൻഡിലിന്റെ വിക്ക് 9 o'clock ക്യാൻഡിലിന്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കും. എന്നിട്ട് നമുക്ക് ആ ക്യാൻഡിൽ തിരിച്ചു വന്നിട്ട് നമ്മുടെ ഇവിടെ തന്നെ ക്ലോസ് ആവണം. നമ്മുടെ 9 o'clock ക്യാൻഡിലിന്റെ അകത്ത് തന്നെ ക്ലോസ് ആവണം. നമ്മൾ അതിന്റെ പുറത്തിലേക്ക് ഈ 9 o'clock ക്യാൻഡിലിന്റെ ബോഡിയുടെ മേളിൽ ക്ലോസ് ആവരുത്. ഇതിപ്പം ഈ ഒരു സാധനം ഇപ്പൊ ഇൻവാലിഡ് ആണ്. നമുക്ക് ഇത് കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് ക്ലോസ് ആവേണ്ടത്. അപ്പം അതാണ് ഈ ഒരു ബോഡി ഇതിന്റെ അകത്ത് തന്നെ നിൽക്കണം. ഇതിന്റെ കളർ ലൈക്ക് ബെയറിഷ് ആയാൽ പിന്നെയും സൗകര്യമാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്യാൻഡിലും ബെയറിഷ് ആണ്. സോ ബെയറിഷ് ആണെങ്കിൽ നമുക്ക് പിന്നെ സൗകര്യമാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ആൽഗോരിതമിക് സിഗ്നേച്ചർ ഫോം ആയി കഴിഞ്ഞാൽ അപ്പൊ സെയിം ടൈമിൽ നമ്മുടെ കോറിലേറ്റഡ് അസറ്റിൽ നമുക്ക് ഇതിന്റെ റിവേഴ്സലാണ് നടക്കേണ്ടത്. നമ്മുടെ കോറിലേറ്റഡ് അസറ്റിൽ ആ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഫോം ആവുന്ന ഒരു കാര്യമാണ് ഒരു SMT. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതൊരു 1 hour മാനിപ്പുലേഷൻ ലെഗാണ്. ആ ഒരു മാനിപ്പുലേഷൻ ലെഗിൽ നമുക്ക് എൻറ്റർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാൻഡിലിൽ ലോ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. ഇത് സിമ്പിൾ പാറ്റേൺ അല്ല, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഇതൊരു വളരെ വലിയ മൂവ്സ് ക്യാപ്ചർ ചെയ്യുന്ന മോഡലാണ്. ഇത് മോസ്റ്റ്ലി ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ മോഡലാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുന്നത്. സോ കണ്ടിന്യൂവേഷൻ മോഡൽ പിന്നീട് ഒരു ദിവസം നോക്കാം. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഞാനിത് അത്ര ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓരോ ടിപ്പിലും പോയിന്റിലും നടക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ എക്സാക്ട്ലി ഈ ഒരു മോഡൽ ഐഡന്റിഫൈ ചെയ്യാനും ഈ ഒരു മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാം. ഈ മോഡൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ ആവശ്യവും ബ്രേക്കറിന്റെ ആവശ്യവും ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് പ്യൂർലി ഓർഡർ ബ്ലോക്ക് ബേസിൽ വർക്ക് ആവുന്നതാണ്. ഇത് ഓർഡർ ബ്ലോക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ക്യാൻഡിലാണ്. സോ ഇത് 60 minute ക്യാൻഡിൽസിന്റെ ടൈം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ഈ 60 minute ക്യാൻഡിൽ 2 30 minute ക്യാൻഡിൽ ആക്കിയിട്ട് അതിനകത്ത് ഒരു 30 minute ക്യാൻഡിലിന്റെ എന്താ പറയാ ഓപ്പൺ പ്രൈസ് തൊട്ട് ക്ലോസ് പ്രൈസ് വരെ ഉള്ളൊരു എന്താ പറയാ ആ ഒരു പ്രൈസ് ആക്ഷനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് നമുക്ക് OTEs എടുത്തിട്ട് ആ ഒരു OTE വരെ ആയിരിക്കും തേർഡ് ക്യാൻഡിൽ റിട്രേസ്മെന്റ് വരുന്നത്. സോ അതും കൂടെ നിങ്ങൾ മൈൻഡിൽ വെച്ചേരെ. ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ട്രേഡിംഗ് മോഡലാണ്. ഇത് ഒരിക്കലും ഒരു ബിഗിനേഴ്സിന് പറ്റിയ ട്രേഡിംഗ് മോഡൽ അല്ല. ഇങ്ങനത്തെ ഒരു പാറ്റേൺ കാണുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ എപ്പോഴും കയറി അവിടെ എന്താ പറയാ ലിക്വിഡിറ്റി എടുത്തു, 1 hour ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു, ബൈ ചെയ്യുന്നു, സെല് ചെയ്യുന്നതല്ല. സോ ഇതിന്റെ ഇൻഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ
ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രൈസ് പോകേണ്ട ഒരു ലെവലുണ്ട്. അത് നമ്മൾ ഒരു ലീസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ 2.5 റേഞ്ച് അല്ലെങ്കിൽ ഒരു 4 റേഞ്ച് വരെയാണ് പ്രൈസ് പോകേണ്ടത്. നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഇതൊരു ട്രെൻഡിങ് മാർക്കറ്റ്, നാസ്ഡാക്ക് പോലെയും അതൊരു ഗോൾഡ് പോലെയും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ മാർക്കറ്റ്സിന് ട്രേഡ് ചെയ്യുന്ന ഒരു മോഡലാണത്. സോ നമുക്ക് ഓഫ് കോഴ്സ് ഫോറക്സിൽ നടക്കുന്ന കാര്യമാണ്. ഫോറക്സിലാണ് ആദ്യം ഇൻവെന്റ് ചെയ്തത്, പിന്നീടാണ് ES വന്നത്. ES നമ്മൾ നാസ്ഡാക്കിലും ഗോൾഡിലും എല്ലാത്തിലും വർക്ക് ആവുന്നുണ്ട് ഈ കാര്യം, ഈവൻ ബിറ്റ് കോയിനിൽ വരെ. സോ നമുക്കൊരു പ്രൈസ് ഒരു ഏരിയ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ചെന്ന് പ്രൈസ് ഓഫ് ആയി കഴിയുമ്പോൾ അവിടെ നടക്കുന്നത് വെച്ചാൽ അവിടെ ഒരു നമ്മുടെ ഫൈനൽ അപ് ക്ലോസ് ക്യാൻഡിൽ കാണും. ആ ഒരു ഫൈനൽ അപ് ക്ലോസ് ക്യാൻഡിലിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവും. അപ്പോൾ ആ ഒരു ഫൈനൽ അപ് ക്ലോസ് ക്യാൻഡിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയി മാറുവാണ്. ഈ ഒരു എക്സാക്ട് പോയിന്റിൽ നമ്മുടെ ആ ഒരു ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആയി മാറുവാണ്. നിങ്ങൾക്ക് അപ്പം തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽ പൊസിഷൻസിന് വേണ്ടി നോക്കാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് ഈ ലോസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. പ്രീവിയസ് ക്യാൻഡിൽ 1ന്റെ ടാർഗറ്റ് ലോ ഇത് ചെയ്യാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഫോം ആയി, അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവും, അതിന്റെ അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവും. അതേ കണക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടുത്ത ക്യാൻഡിൽസ് ഫോം ആവും. പിന്നെ നമുക്ക് നമ്മുടെ സപ്പോർട്ടിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള അടുത്ത ഓർഡർ ബ്ലോക്ക് ഫോം ആവും. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് കുറച്ച് നേരം നിന്നിട്ടായിരിക്കും നമ്മുടെ അടുത്ത ക്യാൻഡിൽ ബോഡി ഫോം ആവുന്നത്. ലൈക്ക് ഇങ്ങനെ ആയിരിക്കും ആ പ്രൈസ് കണ്ടിന്യൂ ആയി പോകുന്നത്. സോ ഇതിന്റെ ഇടയിൽ ലൈക്ക് ഇത്രയും പെർഫെക്റ്റ് അല്ല കാര്യങ്ങൾ, കാരണം ഒബ്വിയസ്ലി പ്രൈസ് ആണ്, പ്രൈസ് ഡിസ്റ്റോർഷനും കാര്യങ്ങളും വിക്സും പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു റിവേഴ്സൽ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് റിവേഴ്സൽ എൻട്രീസ് അത്ര പേടിയാണെന്നുള്ള ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഇത് കൺസിഡർ ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് 1 സെക്കൻഡ്, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ അക്യുമുലേഷൻ ആയിട്ടും ഈ ഒരു സെക്കൻഡ് ക്യാൻഡിലെ വിക്ക് മാനിപ്പുലേഷൻ ആയിട്ടും തേർഡ് ക്യാൻഡിൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടും മോസ്റ്റ്ലി ഫോർത്ത് ക്യാൻഡിലാണ് നമ്മുടെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു ട്രേഡിൽ കയറി കഴിഞ്ഞാൽ ട്രേഡ് ഹോൾഡ് ചെയ്യാനും എല്ലാത്തിനുമായിട്ടുള്ള ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു തരുവാണ്. നമുക്ക് ഈ തേർഡ് ക്യാൻഡിൽ ഈ ഒരു ഇത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഫോർത്ത് ക്യാൻഡിൽ ഫിനിഷ് ചെയ്യുന്നതാണ് മോസ്റ്റ്ലി. സോ നമ്മുടെ എൻട്രി പാറ്റേൺസ് ഓർഡർ ബ്ലോക്ക് വരുന്നതാണ്. ഫെയർ വാല്യൂ ഗ്യാപ്സ് വരാറുണ്ട്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എൻട്രി ഡ്രിൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മെയിൻലി ഈ ഒരു പ്രൈസ് പാറ്റേണും ഈ ഒരു ട്രേഡിങ്ങും മോസ്റ്റ്ലി വർക്ക് ആവുന്നത് ഓരോ റേഞ്ചിന്റെയും ഓരോ ഓർഡർ ബ്ലോക്കും ഒരു റേഞ്ച് ആണ്. സോ ഓർഡർ ബ്ലോക്സ് എന്ന് പറയുന്ന റേഞ്ചിന്റെയും അതേപോലെ ബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെയും അതേപോലെ എന്താ പറയാ ഇപ്പം ഇംബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെയും അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ചസിന്റെയും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ റിവേർഷൻ റേഞ്ചസിന്റെയും അങ്ങനത്തെ ഓരോ റേഞ്ചസ് ബേസ്ഡ് ആണ് പ്രൈസ് എപ്പോഴും റിവേഴ്സ് ആവുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ റിയലി ഗുഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാവുന്നതാണ്. ഇത് എൻ്റെ വൺ ഓഫ് ദ മെയിൻ ട്രേഡിംഗ് ലൈക്ക് എൻ്റെ പോക്കറ്റിലുള്ള വൺ ഓഫ് ദ മെയിൻ ട്രേഡിംഗ് ടൂൾ ആണ് ഇത്. ഓഫ് കോഴ്സ് ഇത് ഈ ഒരു റീസെന്റ് നമുക്ക് ജാനുവരി ഒക്കെ തുടങ്ങിയ ശേഷം ഇത് ലഞ്ച് ടൈമിലാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളൂ. ഇതൊരു ഓർഡർ ബ്ലോക്ക് ബേസ്ഡ് ഇതാണ്. നമുക്ക് ഇതിനകത്ത് കണ്ടിന്യൂവേഷൻ മോഡൽസ് ഉണ്ട്. കണ്ടിന്യൂവേഷൻ മോഡൽസിന്റെ ഈ സെയിം 3 ക്യാൻഡിൽ പാറ്റേൺ ലൈക്ക് ഈ വീഡിയോയ്ക്ക് നമുക്ക് അത്യാവശ്യം കോൾ ടു ആക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയാ വീഡിയോയുടെ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇത് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ പാറ്റേൺസിനെ കുറിച്ച് നോക്കാം. ഇത് അത്ര സിമ്പിൾ അല്ല, ഞാൻ തുടക്കത്തോടെ പറഞ്ഞ കണക്ക്. പക്ഷെ ഈ ഒരു ഒരൊറ്റ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ലൈഫ് ലോങ് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സാധനമാണിത്. ഇത് അത്ര അഡ്വാൻസ്ഡ് കാര്യം കൂടാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇത് മാർക്കറ്റ് മേക്കർ മോഡൽ എന്നുള്ള രീതിയിൽ എക്സാക്ട്ലി ഇതിനെ വ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്, മാത്തമാറ്റിക്കൽ ആണ്. സോ yeah, that's it. So until then, be safe, trade safe, bye folks.